സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, നിലവിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വിമർശിക്കുമ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനെതിരെയാണ് തങ്ങൾ, ഒരിക്കലും അത് മുസ്ലിം മതവിഭാഗത്തിനെതിരെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർത്തിരുന്ന CPIM ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അത് മന്ത്രി സജി ചെറിയാന്റെ ഈ പരാമർശത്തോടുകൂടി. നമുക്കറിയാം, സാമുദായിക സംഘടനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരാമർശങ്ങളുണ്ട്. അവിടെ ഒരുപക്ഷെ ഇവർക്ക് ഗുണം ചെയ്യാവുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കായി പോയി സജി ചെറിയാന്റെ പ്രതികരണം എന്നതാണോ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ? അതൃപ്തിയുണ്ടോ എന്നാണോ? തീർച്ചയായും അനുജ, ഈ സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം സമുദായ നേതാക്കളടക്കം പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിൽ ഒരു ആനുകൂല്യം, രാഷ്ട്രീയമായ ആനുകൂല്യം LDFിനുണ്ടായിരുന്നു, രാഷ്ട്രീയമായ അനുകൂല ഘടകം LDFിനുണ്ടായിരുന്നു. പക്ഷേ ആ ഘടകങ്ങളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഒരു അംഗം കൂടിയായ സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു തവണയല്ല പരാമർശം നടത്തിയത് എന്നുള്ളതാണ്. ആദ്യ തവണ അത്തരമൊരു പരാമർശം നടത്തി. അതായത് മലപ്പുറത്തും കാസർഗോഡും വിജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം മനസ്സിലാകുമെന്നുള്ള പരാമർശം ആദ്യം നടത്തുകയും തുടർന്ന് അദ്ദേഹം അത് തിരുത്തുമെന്നായിരുന്നു എല്ലാവരും കരുതിയെങ്കിൽ അത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തൻ്റെ പ്രസ്താവനകൾ അത് താൻ ഒരു പേര് നോക്കിയാൽ മതി എന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സമുദായത്തെയോ ഒരു വിഭാഗത്തെയോ കുറിച്ചല്ല താൻ പറഞ്ഞത് എന്നുള്ള ഒരു അപൂർവ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരു ന്യായീകരണം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത് കൃത്യമായി ഇടതുപക്ഷത്തിനിടയിൽ CPMനിടയിൽ കടുത്ത അമർഷമുണ്ട്. പക്ഷേ ഇത് പരസ്യമായി പറയുന്നില്ല. MP ഗോവിന്ദനോടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചപ്പോൾ കൂടുതൽ പ്രതികരിക്കാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതേസമയം നേതാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന അത് ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ പരസ്യമായി ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല. കടുത്ത അമർഷം CPMനകത്ത് ഉണ്ട്, LDFനും ഉണ്ട്. എന്നാലും കോൺഗ്രസും പ്രതിപക്ഷവും ഇത് ശക്തമായി തന്നെ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം അടക്കം ഇത്തരത്തിൽ വർഗീയത കത്തിക്കാൻ നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഒരു തീപ്പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ് സജി ചെറിയാന്റെ പ്രസ്താവനയിലൂടെ നടത്തിയത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ലീഗിനെ കുറിച്ച് പഠിക്കൂ, ലീഗ് ഇത്തരത്തിൽ രാഷ്ട്രീയം മതം പറഞ്ഞല്ല, രാഷ്ട്രീയം ആണ് പറയുന്നത്. ഇത്തരത്തിൽ ലീഗിനെ കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടും ലീഗിന്റെ സൗഹൃദം എന്താണെന്ന് അറിയാത്തവരുമാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം. എന്തായാലും ഇതേ രീതിയിൽ തുടർച്ചയായി ഈ പ്രസ്താവന ഉപയോഗിച്ചുകൊണ്ട് തന്നെ CPMനെതിരെ വിമർശനവുമായി മുന്നോട്ട് പോകാനാണ് LDFന്റെയും തീരുമാനം. അനുജ, അതാണ് ഇതിലിപ്പോൾ ഇന്നിപ്പോൾ NSSന്റെ ഭാഗത്തു നിന്നൊക്കെ വിശദീകരണം വരുന്നുണ്ട്. അവർ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് പ്രതിപക്ഷ നേതാവിനെതിരെ എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറയുന്നു. തങ്ങളുടെ ഐക്യം എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് അവരുടെ വിശദീകരണം വരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ പക്ഷേ രണ്ടുപേരും പറഞ്ഞ വിമർശനങ്ങൾ അത് ഇന്നലെയൊക്കെ കടുത്ത വിമർശനം എന്ന തരത്തിലേക്കാണ്, ഒന്നിനു പിറകെ ഒന്ന് എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ G സുകുമാരൻ നായരും പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് സജി ചെറിയാൻ എൻ്റെ പരാമർശം നടത്തി. അന്നത്തെ വിശദീകരണമൊക്കെയായി അദ്ദേഹം ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന ഒന്നായി മാറും. അത് ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണോ പാർട്ടി കരുതുന്നത്? എന്തായാലും ഒരു ദോഷം ചെയ്യും, അതായത് LDFന് വലിയ ദോഷം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ LDF നേതാക്കൾക്കുണ്ട്, CPM നേതാക്കൾക്കുണ്ട്. സജി ചെറിയാന്റെ പ്രസ്താവന, സജി ചെറിയാൻ ഇത് ആദ്യമായിട്ടല്ല CPMനെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത്. ഓരോ തവണ പ്രസ്താവനകൾ നടത്തുമ്പോഴും ഒരുപക്ഷെ അദ്ദേഹം തിരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം തിരുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിസ്ഥാനം അടക്കം രാജിവെക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ വരെ ഒരു പ്രസ്താവന എത്തിച്ചിരുന്നു. പക്ഷേ ഈ നിലവിലെ പ്രസ്താവന അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു അപകടം എന്താണെന്ന് സജി ചെറിയാൻ മനസ്സിലാക്കിയിട്ടില്ല. സജി ചെറിയാൻ മലപ്പുറത്ത് പൂർണ്ണമായി ഒരുപക്ഷെ മതസൗഹാർദ്ദം പറഞ്ഞ് വോട്ട് തേടിയ മലപ്പുറം ജില്ലയിൽ ഒരാളെപ്പോലും, ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരാളെപ്പോലും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം കാരണമായി പറയുന്നത്. എന്തായാലും അതൊന്നും ഒരു പൊതുസമൂഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളുടെ മുന്നിലോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്താണ്, അതിൻ്റെ അപകടം എന്താണ്, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ഇനിയും വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇനി അദ്ദേഹം തിരുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് CPM നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുമോ, CPM മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമോ? കാരണം മന്ത്രിസഭാ അംഗം കൂടിയാണ് സജി ചെറിയാൻ. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമോ? ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തൽ സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് NSSും SNDPയും അടക്കമുള്ളവർ കൃത്യമായി ഇന്നലെ ലക്ഷ്യം വെച്ചത് പ്രതിപക്ഷ നേതാവിനെ തന്നെയായിരുന്നു. കൃത്യമായി പ്രതിപക്ഷ നേതാവിന് എതിരെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് അക്കമിട്ട് G സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞത്. അതിൻ്റെ ഒരു ആനുകൂല്യം, പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് UDFന്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം
ശേഷം വലിയ രീതിയിൽ ശക്തനായി മാറിയ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി നിലയിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് UDF ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നുമുണ്ട്. ആ ഘട്ടത്തിൽ വി ഡി സതീശനെതിരെ കൃത്യമായ ഒരു ആയുധം പ്രത്യേകിച്ച് NSSന്റെയും SNDPയുടെയും ഭാഗത്തുനിന്ന് ലഭിച്ച സാഹചര്യത്തിൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താതെ അതിൻ്റെ സാഹചര്യങ്ങൾ ചർച്ചയാക്കാതെ ഈ ഒരു പരാമർശത്തോടു കൂടി ഇതിൻ്റെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത പോലും മാറി. ഒരു മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. CPMനെതിരെ സജി ചെറിയാൻ്റെ പരാമർശം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സജി ചെറിയാൻ്റെ വിശദീകരണം വീണ്ടും വിശദീകരിച്ച് കുഴപ്പത്തിൽ ചാടുന്ന രീതിയിലുള്ള വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു വിശദീകരണം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.